അടിപൊളി ചിത്രം. മനസ്സിലാവുന്നില്ല. ഒരു കാടും മറ്റെന്താ എന്തെങ്കിലും ആയിക്കോട്ടെ. സംഭവം അടിപൊളിയാ. ജനിക്കുമ്പോ ഇതുപോലത്തെ ഒരു വീട്ടിൽ ജനിക്കണം. അതിന് ഭാഗ്യം വേണം. ഉണ്ണി ഉണ്ണി കട്ടില് പിടിച്ചു വെച്ചില്ലേ? പിടിച്ചു വെച്ചിരുന്ന എല്ലാം വെച്ചു സാറേ. എല്ലാം തുടച്ചുവാ? തുടച്ചോണ്ടിരിക്കുന്നു. ഇനി തുടക്കാനില്ല. ചിത്രങ്ങളെല്ലാം തുടച്ചുവാ സാറേ? അതല്ലേ ഫസ്റ്റ് തുടച്ചു, എല്ലാം തുടച്ചു സാറേ. എന്തും സാറേ ഇത് വീട്? സാറെ പേര് രാഘവൻ സാറിനല്ല, അപ്പൂട്ടൻ സാറിന്. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ സാറ്. സാറേ എനിക്ക് ഇങ്ങൊരു ഭാഗ്യം കിട്ടിയില്ല സാറേ. ഞാനെ പുറത്ത് എപ്പോഴും വളപ്പ് പണിയെല്ലാം ഇല്ലാത്ത കിട്ടല്. ആര് കേട്ടില്ല എന്നെ ഒന്നും. നീ വന്നേ, പണിയുണ്ട്. ആ തോട്ടത്തിൽ പണിയുണ്ട്, വന്നേ. ഇതിനാ സാറേ ഇത്രയെല്ലാം കാട് ഇടാ? കാട് കൊത്തിക്കളഞ്ഞ കാട് ചെടിയല്ലേ ഇത്? പൈസ കൊടുത്തിട്ട് മനുഷ്യ തരക്കേടില്ലല്ല. പൈസ കൊടുത്തിട്ട്. നീ എന്താ ചെയ്യേണ്ടെന്നറിയാ? ഓ സാർ, ഈ ചെടിച്ചട്ടിയിലത്തെ മണ്ണെല്ലാം, പുല്ലെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഈ ചെടിച്ചട്ടിയില്ലേ അതിലത്തെ മണ്ണെല്ലാം ഇളക്കി വെക്കണം. അതിലെ പുല്ലെല്ലാം പിടിച്ച് കളഞ്ഞിട്ട് അതിൽ വളമിടണം. അതുപോലെ പിന്നെ അപ്പുറത്തില്ല ആ ചട്ടിയില്ലേ, ആ ചട്ടിയെല്ലാം എടുത്തു കൊണ്ടിട്ട് ഇപ്പുറത്ത് വരി വരിയായി വെക്കണം. ഒരു കാര്യം ചെയ്യ്, ആദ്യം ആ പൈസ ഇട്. ആ അക്കൗണ്ടിലെ പൈസ ഇട് കേട്ടാ. എന്നിട്ട് സംസാരിച്ചാ സിനിമ. നീ എന്താ ചെയ്ത്? നീ ഉറങ്ങല്ലായിരുന്നോ? ഓ ഐ സ്റ്റിൽ എൻജോയ്. അതന്നെ, 24 മണിക്കൂർ ഉറങ്ങണം. ഈ കാറൊന്ന് കഴിയട്ടെ കേട്ടാ. കാലത്തെ കഴിയും സാറേ. കാലത്ത് കഴിയുന്ന പറഞ്ഞ ഉച്ചക്ക് കഴിയാൻ പാടില്ലേ? രാവിലെ നീ ഭക്ഷണം കഴിച്ചല്ലേ, അപ്പൊ ഉച്ചക്കും കഴിക്കണ്ടേ? അപ്പൊ ഒന്ന് കഴിക്കോ. ആ പിള്ളേരെ അത് ഇതൊക്കെ കഴിച്ചിട്ട് അകത്തിട്ടേക്ക്. ശരി. ഒരു കാര്യം ചെയ്ത 12 ലക്ഷം അത് ട്രാൻസ്ഫർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോനെ ഇത് വാങ്ങിക്കേണ്ടത്. ഒരു കാര്യം നമുക്ക് വേറെ വാങ്ങിക്കാം കേട്ടാ. ഹലോ, പറഞ്ഞോ. കുളിക്കാൻ വരിക, കുളിക്കണ്ട. എന്ത് കുളിക്കണ്ട? മര്യാദ നിന്നോടാ. നല്ല അടി ഇങ്ങനെ കിട്ടും. അവന് കുളിക്കാൻ കുളിച്ചോ. എന്തിനാണ് കുട്ടി എങ്ങനെ തല്ലണേ? അവൻ കുളിക്കണില്ല. അച്ഛൻ നിന്നോട് ആവി പിടിച്ചേ. അവൻ കുളിച്ചോളുന്നേ, നീ അവനെ തല്ലണം എന്തിനാ? അച്ഛൻ രാത്രി കൊക്കോ വെക്കുന്നു പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചൂട് തരാന്നുണ്ടാവില്ല. അവിടെ നിക്കണ, അവിടെ നിക്കണ. അവിടെ കുളി നിർത്തി ഓടി പോയേക്കണേ. ഈ പൈസ ഇല്ലാത്തടത്ത് ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരണ്ട. നല്ല കാര്യം ഉണ്ടേട്ടാ. വില കൊടുത്ത് വാങ്ങിയല്ല, ഞാൻ രാഘവ സാറിന്റെ അടുത്താ പണിയുണ്ടായി. ആടുന്ന് കിട്ടിയാ? അവിടെ നിന്ന് എടുത്തോണ്ട് വന്നാ? എടുത്തോണ്ട് വരെ. എന്താ നീ പറഞ്ഞേ? നീ അവന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? സംഭവം നമുക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിലും അന്യന്റെ മുതൽ ചോദിക്കാണ്ട് എന്ന് വരെ എടുക്കില്ല അവൻ. ഞാൻ അങ്ങനെയല്ല അവനെ പഠിപ്പിച്ചിരിക്കണേ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല അച്ഛാ. പിന്നെ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞല്ല. ഇതെവിടുന്നാ കിട്ടിയേ? അത് രാഘവ സാറിന്റെ പേരമക്കൾ ഉപേക്ഷിച്ച സാധന, വേസ്റ്റിൽ ഇട്ടതാ. അപ്പൊ വെറുതെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത്. അത് നന്നായി. കുളിച്ചു കഴിഞ്ഞിട്ട് കുളിയൊക്കെ കുട്ടീനെ എന്താ ചെയ്യും? എന്താ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കണ്? വീട് ആദ്യമായിട്ട് കാണുക? പോയിട്ട് തുണി മാറിയിട്ട് കുളിച്ചിട്ട് വേണ അല്ലേ? വെള്ളം ഒന്നുകൂടി ചൂടാക്കിട്ട് വേണം ആവി പിടിച്ചോ.
ഉണ്ണിയെ നീ എന്താ കുളിക്കാണ്ടങ്ങനെ നിക്കണേ? അനക്കെന്താ എന്താ പറ്റി? നീ രാവിലെ മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലോ. എന്ത് വീടാണ് അച്ഛാ ഇത്? എന്താ അങ്ങനെ തോന്നേ? എടാ നിന്റെ അച്ഛൻ കെട്ടിയ വീടാണ്. ആ വീടുള്ളോണ്ട് ഇപ്പൊ നമ്മളിവിടെ സുഖമായി കഴിയണം. ഈ കുടുസ് മുറിയിലാണ് നമ്മ ഇത്രയും കാലം ജീവിച്ചത്. അപ്പൊ എന്താണൊക്കെ അങ്ങനെ തോന്നേ? ഇത് തച്ച് പൊളിച്ച് നമുക്ക് നല്ലൊരു പുതിയ വീട് കെട്ടണം. കുറച്ച് പൈസ വേണം. എന്റെ അടുത്തുണ്ടോ പൈസ? ഇപ്പൊ തന്നെ ചന്ദ്രിക അയൽക്കൂട്ടത്തിന്ന് മറ്റേ ലോൺ എടുത്തതിന്റെ 1300 റുപ്യ അടച്ചാലാണ്ട് തികയാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്ക. അപ്പോഴാണ് അവനൊരു വീട് കെട്ടല്. എന്താ പണക്ക് പറ്റി? നീ വിഷമിക്കണ്ടടാ, ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. അതെ, അച്ഛൻ്റെ കുട്ടി പോയിട്ട് കുളിക്ക്. ഞാൻ കുളിക്കുന്നില്ല. അയ്യേടാ, വൈകുന്നേരം വരെ പണിയെടുത്തല്ലേ, ചൂടുവെള്ളത്തിൽ മേലൊക്കെ ഒന്ന് പിടിച്ച വേദനയൊക്കെ മാറും. കുളിച്ചിട്ട് വാ, നമുക്ക് കഞ്ഞി കുടിക്കാം അല്ലേ? ഓടാ. ചന്ദ്രികേ, ശീതള, ശീതള, 500 ഉള്ളി വേണം. ഉള്ളി എന്താ സംഭവം? ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുണ്ടോ ഇവനെ അറിയോ? എന്താ കാര്യം പറയേ, എനിക്ക് എന്തെങ്കിലും അറിയണ്ടേ? ഈ ഒറ്റയ്ക്ക് കേട്ടിട്ട് ഈ ഇങ്ങനെ പോയി മേടിക്കാൻ നല്ലത്. എന്താണ്ട് കുന്തോ കുന്തോ കുന്തവടല്ല. ഞാൻ കൊറേ നേരമായി ഉള്ളി ചോദിക്കണം. 500 ഉള്ളി ഉണ്ടാ? ഉള്ളിയോ? ആ ഉള്ളിയോണ്ടേ. ഒരു ഈ ചെവിട്ടിനടുത്ത് മാറ്റി. അതേ, ഈ ബാബുക്കാട് ഒരു കാര്യമല്ലോ. ഏത് പോക്ക? തേങ്ങ കളിക്കാൻ പോണോ? തേങ്ങ വലിക്കാൻ പോണോ? നമ്മുടെ സംഗീത സംവിധായകനേ ബാബുക്കേ, എന്താ ചെയ്തു വെച്ചേക്കണ ഓരോ സാധനങ്ങൾ എന്ത് സഹിക്കാൻ പറ്റില്ല നമുക്ക്. അത്രക്ക് മോശ? മോശോ? എന്താ നിങ്ങൾ പറയണത്? അനക്കിവിടെ കച്ചവടം നടക്കണോ അല്ലെ പാട്ട് മാടിയോ? ഏതാ വേണ്ടെങ്കിൽ? രണ്ടും വേണ്ടേ? രണ്ടും വേണ്ട. ഞാനിപ്പോ സാധനത്തിന് വന്നാ അത് തരാൻ എനിക്ക് തോന്നി. ഈ പാട്ടും പാടി നിൽക്കുക. നിങ്ങൾക്ക് ഇത്ര ഇഷ്ടല്ലേ പാട്ട്? പാട്ടൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ കേൾക്കുന്നതിന് സമയം ഉള്ളില്ല. അപ്പൊ ഇല്ലില്ല. അപ്പൊ അത് നേരത്തെ കൊണ്ട് പറഞ്ഞു തുടങ്ങിയേക്ക്. നേരത്തെ പറഞ്ഞ ഞാൻ ഇപ്പൊ ഈ പാട്ട് ആരോടാ പറയാ? അത് ശരി. പാട്ട് കേൾക്കാൻ വന്ന പെരയില് പെണ്ണുങ്ങൾ കറി ഉണ്ടാക്കാൻ വേണ്ടി കാത്തിക്കുക. അത് ഉണ്ടാക്കിയോളൂ. അടുത്ത തുടങ്ങിണ്ടാവും. ഞാൻ ബാബുവിന് ഇവിടെ പോയി കടലിൻ അകലെ 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 ചേട്ടാ, എന്തേ? എന്തുണ്ണേ? എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു ഉപകാരം ചെയ്യണം. അത് മാറ്റി എന്താണ്ട്? ചേട്ടൻ ഒരു ഉപകാരം ചെയ്തു. ഉപകാരോ? പറയ്. ഓ, നിങ്ങൾ എന്ത് സമയത്താ വരുന്ന? ബാബുക്കട പാട്ട് നടന്നോണ്ടിരിക്ക. ശീതട്ടാ, എന്താ വേണ്ട പറയേ. അതെ, സത്യേട്ടന്റെ വീടുണ്ടല്ലോ, സതീശീലന്റെ. അതെ. അല്ല, വേണ്ട. സതീശീലന്റെ വീട് വേണ്ട. വേറെ ഏതെങ്കിലും വീട് ആവശ്യമുണ്ടോ? വാടകയ്ക്ക് വീട് അന്വേഷിക്കാം. ആ ഡ്രൈവർ ഉണ്ടല്ലോ. ഡ്രൈവറാണോ വേണ്ടത്? മന്മഥൻ. അത് സത്യേട്ടന്റെ ഡ്രൈവർ? അത് മന്മഥൻ. പറഞ്ഞോ. ശീതേട്ടനായിട്ട് എങ്ങനെ അടുപ്പം? മന്മഥനായിട്ട് മന്മഥനായിട്ട് ഞാൻ ഇപ്പൊ 1-2 ദിവസം മുൻപ് കുറച്ചു നേരം സംസാരിച്ചു തന്നതാ. സമാധാനായി. അതെന്താ വെച്ചാലേ പുള്ളി ഇവിടുന്ന് ഒരു സാധനം മേടിച്ചോണ്ടായിട്ട് അത് അത്ര സുഖമില്ല എന്ന് പറഞ്ഞിട്ട് 1-2 വർത്താനം പറഞ്ഞ് ഒരു സൗന്ദര്യ പഴക്കം. അപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യമില്ല. കാര്യം പറഞ്ഞ അതൊക്കെ നമുക്ക് അടുത്ത എന്താ കാര്യം? അതെ, ഈ മന്മഥനായിട്ട് അടുപ്പില്ല. ആരെങ്കിലും ശീതേട്ടന് സുഹൃത്തുക്കളുണ്ടോ? മന്മഥനായിട്ട് അടുപ്പുള്ള ഒരാള് എന്ന് പറഞ്ഞാല് പാട്ട് പാടണ്ടാന്ന് ഇപ്പൊ പിന്നെ പാടാ. ഇത് പറയുക ആവശ്യമുണ്ട്. കണ്ണീരും സ്വപ്നങ്ങളും പാട്ട് കഴിഞ്ഞ് മറ്റു മാറി സാധനം. കേട്ടത്? ഞാൻ കേട്ടു. അത് ഞാൻ മുമ്പേ കേട്ടു. നല്ല മന്ദിരത്തിൻ സുന്ദരമാ. വെറുതെ ഇവിടെ ആരും വരാത്തല്ലേ. പടവിൽ
മന്മഥനല്ലേ? അതെ. മന്മഥനായിട്ട് ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരാളുണ്ട്. അതാണ് ഇപ്പൊ പോയത്. ഏത്? ഏയ് മൊയ്തുക്ക. ശീതോട്ടിന് നല്ല പരിചയ. എനിക്ക് പരിചയല്ല നിനക്ക് ആരനെ ഇപ്പൊ കണ്ടത്? മന്മഥനല്ലേ? മന്മഥനെ ഏറ്റവും അടുത്ത് പരിചയമുള്ള ആളാണ് മൊയ്തുക്ക. മൊയ്തുക്കാണ് ഇപ്പൊ അങ്ങോട്ട്. മൊയ്തുക്കാണ് നിനക്ക് പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല. അല്ല എനിക്ക് പരിചയമുണ്ടല്ലോ. എന്താ വേണ്ടത്? നിനക്ക് എന്താ ആവശ്യം? എനിക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മൊയ്തുക്കാനോട് പറയാം. മന്മഥനോട് പറയണം. അപ്പൊ നമുക്ക് മൊയ്തുക്കാനെ കണ്ടിട്ട് സംസാരിച്ചാ പോരെ? മതി. ഇവിടെ എന്താ വീട്ടില്ലേ? ഇവിടെ ഉണ്ടാവും. അവിടെ പോരാ. എന്നാലും എന്റെ ഉണ്ണി, നിന്റെ ആഗ്രഹം വല്ലാത്തൊരു ആഗ്രഹമായി പോയിട്ടോ. അല്ല, ആഗ്രഹിക്കട്ടെ എന്ന്. അപ്പൊ നമ്മള് അബ്ദുൽ കലാം ഇല്ലേ, നമ്മളെ വയ രാഷ്ട്രപതി, മൂപ്പര് പറഞ്ഞിട്ടുണ്ടല്ലോ, നിരന്തരമായിട്ട് നമ്മള് സ്വപ്നം കാണണം. നമ്മള് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോ മന്മഥനെ കണ്ട ഓക്കെയാന്ന്. അവൻ അത്ര പിടിപാടല്ലേ. ആ പിന്നെ ആള് വരാത്ത മന്മഥോ, മന്മഥ ആരുമില്ല തോന്നുന്നു. അല്ലെ ഇപ്പൊ ബെല്ലടിച്ച് വരണേ, 2 പ്രാവശ്യം ബെല്ലടിച്ചില്ലേ. നമുക്ക് ഒരു പണി ചെയ്യാം, നാളത്തേക്ക് മാറ്റിയാലോ? ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം അത് നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റരുത്. അത് നടക്കണ കാര്യമല്ല. ഇപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് പറ്റില്ല, നമുക്ക് പോവാന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകണം. ഞാനും ഉണ്ട്, മൊയ്തുക്കുണ്ട്, ഉണ്ണിയുണ്ട്, ശരി നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോണ വഴിക്ക് മൊയ്തുക്കാനെ ആ പോണ വഴിക്ക് ഒരു മോർക്കമ്പാമ്പ അങ്ങോട്ട് കടിച്ചു. പറയട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളെ എടുത്തിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. അവര് പരിശോധിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ നിങ്ങൾ ചോര തുപ്പി ചത്തു. എന്താ അവസ്ഥ? പിന്നത്തെ സ്ഥിതി എന്താ അറിയോ? ഈ മന്മഥനെ പരിചയത്തിന് നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങക്ക് കിട്ടുമോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങളുടെ മാരത്തെ വേറൊരാളെ പിന്നെ ഞങ്ങൾ കണ്ടെത്തണം. അപ്പൊ ഉണ്ണിയുടെ കാര്യം നടക്കില്ല. അതാ ഞാൻ പറയണത്. അപ്പൊ നമുക്ക് ഇന്ന് കണ്ടിട്ട് പോയാൽ അത്രയും നല്ല. മന്മഥൻ എങ്ങനെ കണ്ടുപിടിക്കും? നിന്നെ സഹായിക്കാനല്ലേ ഞങ്ങൾ. എന്നെ സഹായിക്കാനാ ഞങ്ങൾ രണ്ടാൾ ടൗസർ ഇട്ട് നിങ്ങളൊന്ന് വിളിച്ചോട്ടെ. ഇന്ന് വിളിച്ചോക്ക്. ശരിക്കും പറഞ്ഞാലേ നിങ്ങള് അപ്പൊ തന്നെ ഫോണിൽ വിളിച്ചിട്ട് പീഡിയക്ക് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ആഹാ, ഇതാ വരുന്ന ആള്. ആളിവിടെ എത്തി. വിളിച്ചത്? ഞാനാ വിളിച്ചല്ലേ? ഞാനേ കുറച്ച് വീട്ടു സാധനം മേടിക്കാനായിട്ടെ കട വരെ പോയതാ. അയ്യോ, വെയില് ഭയങ്കര. എന്താണ് എല്ലാരും ഉണ്ടല്ലോ? ഹെൽമെറ്റ് ഒന്നും ഇല്ല അല്ലേ? നമ്മളപ്പുറം പീടിക വരെ കുഴപ്പമില്ല. എന്താണ് വിശേഷം? നമ്മള് ഒരു ഇരിപ്പ് വശം ഉണ്ടല്ലോ, അതുപോലെ ഞാനും ശീതളിനും തമ്മിൽ ഒരു ഇരിപ്പ് വശം ഉണ്ട്. ശീതളിനും ഉണ്ണിയും തമ്മിലും ഉണ്ട് ഒരു ഇരിപ്പ് വശം. എനിക്ക് നല്ല സതീശന്റെ വീടായിട്ട് എനിക്ക് നല്ല ബന്ധമാണല്ലോ. ഉണ്ണി ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോഴേ, അവിടെ എന്തോ പണിക്ക് വിളിച്ചല്ലോ. അപ്പൊ ഓൻ ആ വീടിന്റെ റൂമിലൊക്കെ വന്നപ്പോഴേ ഓനൊരു ആഗ്രഹം, ഒരു ദിവസം ആ ബെഡ്റൂമിൽ ഒന്ന് വന്നിട്ട് ഒന്ന് താമസിക്കണം. ആ വീട്ടില് ചെറിയൊരു ആഗ്രഹമല്ലേ, പൈസ മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് വിചാരിച്ചാൽ നടക്കും. ഒറ്റത്തവണ അത് പുറമ്പടിക്കോ തന്നെ. അപ്പോ അകത്തേക്ക് വിളിച്ചു, ഒന്ന് കട്ടില് മാറ്റിയണം പറഞ്ഞു രാഘവട്ടൻ. അപ്പം അന്ന് തോന്നിയാന്നു ഒരു ദിവസം വരും ആ വീട്ടിൽ എനിക്ക് താമസിക്കണം. ഭയങ്കര ഈ വിചാരിച്ചാൽ നടക്കൂലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? അല്ല, എന്താ സംഭവം എന്നറിയോ? ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു, വലിയ വലിയ ആഗ്രഹങ്ങളാ പറഞ്ഞത്. ഇതിപ്പോ എന്നോട് ശീതളിനോട് ഉമ്മ വന്ന് പറഞ്ഞപ്പോ ഭയങ്കര നിഷ്കളങ്കമായ ഒരു ആഗ്രഹം പോലെ തോന്നി. അപ്പൊ അതൊന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും. വലിയ ആഗ്രഹം. നീ എന്ത് ഇത് ചെറിയ കാര്യം എന്നാ പറയണേ? ഒരു പരിയില്ലാത്ത ഒരാളെ എങ്ങനെ വീട്ടിൽ കയറ്റി കിടത്തും? നിങ്ങളെ വീട്ടിൽ കിടത്തോ? ഞാൻ പറഞ്ഞത് മന്മഥേട്ടൻ അവിടെ ഉള്ളത് കൊണ്ട് അത് എന്തെങ്കിലും ഐഡിയ ഒക്കെ. ഞാനുള്ളത് കൊണ്ട് ഞാൻ അവിടുത്തെ ഡ്രൈവറാണ്. അങ്ങനെയൊന്നും അല്ല, അത് ഞങ്ങൾക്കറിയാം. സ്വാധീനം ഉണ്ടാ എനിക്ക്. ഇപ്പൊ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കണ്ടോ, നടത്തി തരണം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയൂ? ആനപ്പുറത്ത് കയറണം എന്നല്ലോ പറഞ്ഞു. വിചാരിച്ചു നടക്കും. ഒരു ദിവസം മതിയില്ലടാ. അതെ, ഒറ്റ ദിവസം. ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നടക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ്? ഇപ്പൊ അടുത്ത ആഴ്ച വാഗമണ്ണിലെ എസ്റ്റേറ്റിൽ അവിടെ പണി തുടങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ പണിക്കാരെ കുറച്ചുപേരെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവനും പണിക്കൊണ്ടാക്കോ? 10 പൈസ കൊടുക്കണ്ട. ഇങ്ങനെ എങ്ങനെയാണ്? ഓന് വാഗമണ്ണിലല്ലല്ലോ കിടക്കേണ്ടത്, ഇവിടുത്തെ വീട്ടിലല്ലേ. അതിനുള്ള വഴിയായി പറയണേ. ഈ വാഗമണ്ണിലൊക്കെ സാധാരണ ഇങ്ങനെ പുലർച്ചെ പോണ സമയം ഞാനും തലേദിവസം അവിടെ കിടക്കാറുണ്ട്. അപ്പൊ ഇവനെ ആ പണിക്ക് അവിടെ കൊണ്ടുപോണതിന്റെ ആ ഒരു പേരില്
തലേ ദിവസം അവിടെ കിടത്താം. മതി അത് മതി. അവന്റെ വീട്ടിന്റെ അവിടെ എന്തെങ്കിലും അസൗകര്യം എന്തെങ്കിലും പ്രശ്നം പറയാം, അവിടെ നിന്ന് ഇറങ്ങാൻ പാടാന്ന് പറഞ്ഞിട്ട് അതെ അതെ അവിടെ കിടത്താം. അവിടെ കിടത്തിയിട്ട് രാവിലെ അവിടെ നിന്ന് പോവാം. മതി മതി. മതി. ഇനി വേറെ കാര്യം, പണിക്ക് അവനെ അവിടെ വെക്കണോ ഇല്ലെന്നൊക്കെ അവര് സമ്മതിക്കണം. അതിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. അത് എനിക്ക് തീരുമാനിക്കാൻ പോലെ ഞാൻ പറയാം. തീയൊന്ന് പറഞ്ഞാ മതി. ഞാൻ ശ്രമിക്കാം. മതി കേട്ടാ മൊയ്തോ? കേട്ടാ? എന്റെ പണി ഇഷ്ടായല്ലോ. അതാ മുതലാളിമാര് വിളിക്കുന്നു. കണ്ടോ ഇപ്പൊ പറയണ്ടോ? സാറേ ഞാൻ ഇറങ്ങി സാറേ, ഇറങ്ങി. ഓ ഇപ്പൊ എത്തും, ഒരു 15 മിനിറ്റിലെത്തും. ഓ അപ്പൊ നിങ്ങൾ വിട്ടോ, ഇനിയും നിന്നാ ഞാൻ ലേറ്റ് ആവും. അതിന് വേണ്ടി അതിന്റെ പേര് നടക്കരുതട്ടോ. ഇല്ല, നീ പൊക്കോ. നടന്ന് സംഭവം നടന്നു. അയാൾ വിചാരിച്ച നടക്കാത്ത കാര്യം. ഉണ്ണിയേ വാ പോകണ്ടേ? ഓ സ്വപ്ന ലോകത്താണ്. ഇങ്ങോട്ട് വായി. സന്തോഷമായില്ലേ? ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം. ഇതാ, ഇതാണ് നിന്റെ റൂം. ഇവിടെ കിടക്കാം. ചൂടുണ്ടെങ്കിൽ AC ഇട്ടോ. ഇതാ, ഇത് അമർത്തിയാൽ മതി കേട്ടോ. ഓ ഞെക്കോ ഇത്. ഞാൻ കൊണ്ടേ പോണ്ടാണ്, ഞാൻ വിളിക്കും. ആയിക്കോട്ടെ. പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കണമെങ്കിൽ അവിടെ ഫ്രിഡ്ജ് ഉണ്ട്, അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാം. ഒന്നും വേണം തോന്നില്ല. ആ ആയി. അതെ ശരി. പിന്നെ അത് പിന്നെ അത് സാറേ. ശരി സാറേ. എന്നാ പാലടച്ചേക്കാം. ആയി സാറേ, അടച്ചു. ശരി. തൽക്കെട്ടുണ്ടോ? ആ